മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 19/1/2018 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അവിട്ടമാണ് നക്ഷത്രം. അവിട്ടം 3-ാം പാദം. മിഥുന ലഗ്നം. 2-ൽ രാഹു. 3, 4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ വ്യാഴം. 6-ൽ കുജൻ. 7-ൽ ബുധൻ ശനി. 8-ൽ സൂര്യൻ ശുക്രൻ കേതു. 9-ൽ ചന്ദ്രൻ ഗുളികൻ. 10, 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ശനിയോടൊത്ത് 7-ൽ നിൽക്കുന്നു. അവിടേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടി വരുന്നു. പൊതുവേ ഇത്തരക്കാർക്ക് ഉയർച്ച എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരല്പം പരീക്ഷണ ഘട്ടം, സ്ട്രഗിൾസ് കഴിഞ്ഞ ശേഷമാണ് കിട്ടുക. അത് ശനി ചെയ്യുന്ന ഒരു ജോലിയുമാണ്. ലഗ്നാധിപൻ ശനിയോടൊത്ത് നിൽക്കുകയും പ്രസ്തുത ശനി ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജ് പൊതുവേ ധാരാളം ആളുകൾക്ക് കാണിക്കാറുണ്ട്. എന്നാൽ വ്യാഴം 5-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഉയരുക എന്ന് പറയുന്ന പ്രക്രിയ തീർച്ചയായിട്ടും സംഭവിക്കും. വളരെ നല്ലതുമാണ് ഏതൊരാളെ സംബന്ധിച്ചും എവിടെ നിന്നുകൊണ്ടായാലും ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം. കാരണം വ്യാഴം ഭാഗ്യകാരക ഗ്രഹമാണ്. അതീവ പ്രാധാന്യമുള്ള ഗ്രഹം തന്നെയാണ് ഏതൊരാളെ സംബന്ധിച്ചും വ്യാഴം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലക്ഷം ദോഷോ ഗുരുഹന്തി എന്ന് പറയുന്ന ഒരു ചൊല്ല്. ഒരു ഗ്രഹനിലയിൽ ലക്ഷം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഗുണമുള്ള ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് വ്യാഴം നിൽക്കുകയോ ദൃഷ്ടിയിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതേറെ ഗുണകരമാണ്. ശക്തമായിട്ടുള്ള കാളസർപ്പയോഗത്തെ പോലും നിഷ്പ്രഭമാക്കി മാറ്റാൻ ഉച്ചനായിട്ട് വ്യാഴം നിൽക്കുന്ന ഗ്രഹനിലകളൊക്കെ, കർക്കിടകത്തിലൊക്കെ വ്യാഴം നിൽക്കുന്ന ഗ്രഹനിലകൾ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവാക്കി മാറ്റുന്നത് കാണാം. അതാണ് വ്യാഴത്തിൻ്റെ പവർ, ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വ്യാഴത്തിന് ഏറെ പ്രാധാന്യം ജ്യോതിഷം കൽപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 9-ൽ ഭാഗ്യസ്ഥാനത്ത് ഗുളികൻ ചന്ദ്രൻ. പൊതുവെ ഇതൊരു നല്ല കോമ്പിനേഷൻ അല്ല. പക്ഷേ ഈ ചന്ദ്രൻ, ഗുളികൻ ചന്ദ്രൻ, രാഹു, ചന്ദ്രൻ, കേതു, ചന്ദ്രൻ, ശനി. ഇവിടെ ശനിയുടെ 3ാമത്തെ ദൃഷ്ടി, രാഹുവിൻ്റെ 6ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനി തൻ്റെ 3ാമത്തെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തേക്ക് നടത്തുന്നുണ്ട്. അവിടെയാണ് ഗുളികൻ ചന്ദ്രൻ കോമ്പിനേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യ അനുഭവങ്ങൾക്ക് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ദ ലിപ്പ്, കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാകും. പക്ഷേ ഭയപ്പെടേണ്ടതില്ല. വീണ്ടും അത് ആവർത്തിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടിയിലാണ് ഗുളികനും ചന്ദ്രനും ഉള്ളത്. വളരെ വളരെ മികച്ച ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണത്. അപ്പോൾ നമ്മളത് ശ്രമിക്കാതെ പിന്മാറിയാൽ നഷ്ടം നമ്മൾക്കാണ്. അപ്പോൾ നമ്മളതിനെ ഭാഗ്യമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കാണും. അതല്ല, വീണ്ടും അത് ശ്രമിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചാൽ വ്യാഴം അവിടെ കൃത്യമായിട്ട് ഗുണം ചെയ്യുകയും. ഇപ്പോൾ ഈ ഗുളികൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാ നെഗറ്റീവ്സിനെയും ആദ്യമേ കയറി വെട്ടി വ്യാഴത്തിന് ഗുണം തരാൻ കഴിയില്ല, അത് ചെയ്യുകയുമില്ല. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഗുളികന് യാതൊരു റോളും പ്രാധാന്യവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗുളികൻ അതിൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യാനുള്ളത് വ്യാഴം അതിൻ്റെ ജോലി ചെയ്യുക എന്നതാണ്. അത് ചെയ്തിരിക്കും. പൊതുവേ ചന്ദ്രൻ വ്യാഴം വളരെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെയും അത് കൃത്യമായിട്ട് ചെയ്യുമെന്നാലും ഭാഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആദ്യം ഒരു കപ്പ് ആൻഡ് ദ ലിപ്പ്, കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരിക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവിടെ ഉണ്ടാവാം. അപ്പോൾ അത് ഭയക്കേണ്ടതില്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ അത് പോസിറ്റീവായിട്ട് മാറിക്കോളും ഗ്രാജ്വലി, ക്രമേണ എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, കോൺഫിഡൻസ് ഇല്ലായ്മ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്ന കാര്യമാണ് സ്വയമുള്ള ആത്മവിശ്വാസം. ശരിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്ന വിശ്വാസം. അപ്പോൾ ഈ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഒരു ആത്മവിശ്വാസക്കുറവ്, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് പറയുന്നൊരു ചിന്ത. അത് വേണ്ട. ലഗ്നത്തിലേക്ക് വ്യാഴം ദൃഷ്ടിയുള്ള കാലവും കഴിവുള്ള ആൾ തന്നെ ആയിരിക്കും. അറിവ് നേടുന്ന ആളുമായിരിക്കും. ബുധലഗ്നമായതുകൊണ്ട് തന്നെ അറിവ് കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരാളുമായിരിക്കും. അതെല്ലാം എഴുതി വരയ്ക്കപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എനിക്ക് കഴിവില്ലേ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചിന്തയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഈ പ്രായത്തിൽ തന്നെ ഉണ്ടായാൽ രക്ഷിതാക്കൾ കൃത്യമായിട്ട് അവിടെയാണ് ഇടപെടേണ്ടുന്നതും അദ്ദേഹത്തെ പോസിറ്റീവ് മൈൻഡിലേക്ക് തിരിച്ചു വിടേണ്ടുന്നതും. അപ്പോൾ അവിടെയാണ് രക്ഷിതാക്കളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് ഞാൻ ഉദാഹരണം സഹിതം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പിതാവിനോട്. അപ്പോൾ അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് അത്യാവശ്യം ജ്യോതിഷ അറിയുന്ന ആൾ തന്നെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണെന്നും എങ്ങനെ മാറ്റണമെന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത സമയത്ത് അദ്ദേഹം അത് കൃത്യമായിട്ട് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ചില കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത, പരീക്ഷയ്ക്ക് ജയിക്കുമോ, ഞാൻ പഠിച്ചിട്ടുണ്ടാവാം, എന്നാലും അവർക്കൊരു പേടി ഫീൽ. അങ്ങനത്തെ പേടിയുടെ ആവശ്യം വേണ്ട ഇവിടെ.
ചന്ദ്രൻ ഗുളികൻ അതിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാഴം തൊട്ട് നെക്സ്റ്റ് അതിൻ്റെ ജോലി ചെയ്തിരിക്കും. അപ്പോൾ നമ്മളവിടെ പോസിറ്റീവായിട്ട് നിൽക്കുക, ആത്മവിശ്വാസത്തോടെ തന്നെ നിൽക്കുക. ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ ലഗ്നാൽ 7 ബുധൻ ശനി. വിവാഹം പൊതുവെ ഏതെങ്കിലും രീതിയിൽ വൈകാം. രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ 7 ശനി ലഗ്നാധിപനിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ 7 സൂര്യബന്ധമുള്ള ആളുകളെ ഒഴിവാക്കി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാത്ത പക്ഷം വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ബേസിക്കലി ചന്ദ്രൻ ഗുളികൻ ഒരുമിച്ച് ഒരേ രാശിയിൽ ഏത് ഗ്രഹനിലയിലാണെങ്കിലും ഏത് പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാലും മനസ്സിന് ഏതെങ്കിലും രീതിയിലുള്ള സ്വസ്ഥത കുറവ് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വ്യാഴം അതിൻ്റെ ജോലി ചെയ്യുകയും ആ ടെൻഷൻ എന്ന് പറയുന്നതിനെ ഒരു 75-80% മാറ്റി നിർത്തുകയും ചെയ്യും. അതല്ല തെറ്റായിട്ടുള്ള വിവാഹമാണ് എടുക്കുന്നത് എങ്കിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ചുരുക്കമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മളൊരു ശ്രദ്ധ കൊടുത്ത് വേണ്ടുന്ന കാര്യം വേണ്ടുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നെഗറ്റീവ്സിനെ പരിപൂർണമായിട്ടും കുറഞ്ഞ പക്ഷം 75-80% കൂടുതൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നും തിരിച്ചറിയുക. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 6 കുജൻ നിൽക്കുന്നത്, സ്വന്തം ക്ഷേത്രത്തിലാണ്. എന്നാൽ തന്നെയും രോഗസ്ഥാനമായതുകൊണ്ടും ശത്രുസ്ഥാനമായതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ അതിനെ ഗൗനിക്കുകയും ഗൗരവത്തിലെടുക്കുകയും അതേപോലെ തന്നെ വൈദ്യസഹായം വേണ്ടതാണ് എങ്കിൽ കൃത്യമായി വൈദ്യസഹായം എടുക്കുകയും ചെയ്യുക അത്യാവശ്യം തന്നെയാണ്. അത് ചെറിയൊരു പനി വന്നാൽ തന്നെ 1-2 ദിവസം നോക്കിയിട്ട് മാറുന്നില്ല എങ്കിൽ കൃത്യമായി വൈദ്യസഹായം തേടുക. അവിടെ പിന്നെ മടി കാണിക്കരുത്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ 2 രാഹുവും 2-ാം ഭാവാധിപൻ ഗുളികനോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും ഭാവിയിലെ ഉപരിപഠനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തർക്കമോ തടസ്സമോ കാലതാമസമോ ഒക്കെ ഉണ്ടാകാം. അവിടെയും ഭയപ്പെടേണ്ടതില്ല. 2-ാം ഭാവാധിപനെ വ്യാഴം വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഭയക്കേണ്ടതില്ല. നമ്മൾ ശ്രമിക്കാതെ പിന്മാറിക്കഴിഞ്ഞാൽ നഷ്ടം അവനവനാണ്, നമ്മൾക്ക് തന്നെയാണ്. അത് രക്ഷിതാക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൂടെ കൃത്യമായിട്ട് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ അദ്ദേഹം ശ്രമിച്ചാൽ അത് വീണ്ടും ശ്രമിച്ചാൽ നടക്കും. അതും ഇതേ ഗ്രഹനിലയിൽ തന്നെ ഉള്ള റിസൾട്ട് തന്നെയാണ്. ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ലഗ്നത്തിലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി നേരത്തെ ഞാൻ പറഞ്ഞു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയെ അതിൻ്റെ പവറിനെ കുറയ്ക്കുകയും ലഗ്നത്തിനെ എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് തന്നെ വേണ്ടുന്ന രീതിയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള എല്ലാ സഹായവും വ്യാഴം ഇവിടെ നിന്ന് കൊടുക്കും. കാര്യം വ്യാഴം രാഹുവിൻ്റെയോ ഗുളികൻ്റെയോ ശനിയുടെയോ ഒന്നും ദൃഷ്ടിയിലോ ഒപ്പമോ അല്ല നിൽക്കുന്നത്. വളരെ ഇൻഡിപെൻഡൻ്റായി സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 10-ാം ഭാവാധിപൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. 10ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. മാറ്റ ജോലികളായിരിക്കും ഇദ്ദേഹം ചെയ്യുക. രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയും 10-ലുണ്ട്. ജോലി വളരെ നല്ലതായിരിക്കും. പക്ഷേ മാറ്റ ജോലികൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ജോലിയുടെ സ്വഭാവം വെച്ച് ഉണ്ടാവാം. അപ്പോൾ അതിനെയും പോസിറ്റീവായിട്ട് എടുക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അവിട്ടമാണ് നക്ഷത്രം. കുജദശയിൽ ജനിച്ചു. 2020 വരെ കുജൻ, അതിനുശേഷം രാഹു 2038 വരെ, അതിനുശേഷം വ്യാഴം 2054 വരെ, അതിനുശേഷം ശനി 2073 വരെ, അത് കഴിഞ്ഞ് ബുധൻ, കേതു, ശുക്രൻ. ബുധൻ കഴിഞ്ഞാൽ ഏതൊരാൾക്കും കേതു ദശയാണ് വരിക. കേതു കഴിഞ്ഞ് ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുക. അതിൽ തന്നെ നടപ്പ് ദശ രാഹുവിൽ ശനിയാണ്. ഈ പ്രായം അറിയാമല്ലോ, കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ചെറിയ മടിയുടെ അസ്ഥിതകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉപരി അദ്ദേഹത്തിന് അത് അറിയുകയും ചെയ്യാം, അദ്ദേഹം അത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ മടിയിൽ കുറവ് വരികയും ശ്രദ്ധ കൂടുകയും ഒക്കെ ചെയ്യും. എന്നാലും രാഹു 2-ലാണ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു അശ്രദ്ധ പറ്റുന്നില്ല, അതല്ലെങ്കിൽ അബദ്ധം പറ്റുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ അബദ്ധങ്ങളൊന്നും ചാടുന്നില്ല എന്നൊരു ഉറപ്പ് വരുത്തി പോവുക. അതിന് വേണ്ടുന്ന സഹായം രക്ഷിതാക്കൾ കൂടെ ചിന്തകളിൽ പ്രവൃത്തികളിൽ എന്തെങ്കിലുമൊക്കെ കയ്യബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുകയും അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുവരികയും വേണം. അപ്പോഴാണ് അവിടെ ശരി എന്ന് പറയുന്ന പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം വ്യാഴം ഉണ്ടാക്കി കൊടുക്കുന്നത് ആ വ്യക്തിക്ക് തന്നെ. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.